ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൽ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്ന് താന് പറയുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് ഒരിക്കൽ ക്രിസ്ത്യാനികൾക്ക് വിപരീതമായി പ്രവർത്തിച്ച പൗലോസിനെ അഥവാ പഴയ ശൗലിനെ കർത്താവ് സന്ദർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതിനുശേഷം തനിക്ക് ലഭിച്ച ദൈവിക ദർശനം അനുസരിച്ച് താൻ അതിനോട് അനുസരണക്കേട് കാണിക്കാതെ മുൻപോട്ട് പോകുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ യഹൂദ ജനം തന്നെ ഏതുവിധേനയും കൽത്തുറുങ്കില് വിസ്തരിച്ച് അടയ്ക്കുവാനായിട്ട് നോക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അപ്രകാരം അഗ്രിപ്പാ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ താൻ പറയുന്ന വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയമായത്. അപ്പോൾ തന്നെ അതിന്റെ 26-ന്റെ 6-9 വാക്യങ്ങളിൽ ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ ആ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത് എന്ന് താൻ പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുക. യഥാർത്ഥമായി സത്യസന്ധമായി താന് നിന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രമാണത്തിൽ നിന്നതുകൊണ്ട് വിസ്തരിക്കുവാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്നതാകുന്ന അനുഭവങ്ങൾ തന്നോട് അഥവാ അഗ്രിപ്പാ രാജാവിനോട് പൗലോസ് വളരെ ശക്തമായി ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അഗ്രിപ്പാ രാജാവ് തന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കുവാനായിട്ട് നോക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസിന് അഗ്രിപ്പാ രാജാവിനോട് പറയുവാനുള്ളത്, അതിന് പൗലോസ് നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്നാണ് പൗലോസിന് ധൈര്യസമേതം ഈ രാജാവിനോട് പറയുവാനായിട്ട് ഉണ്ടായിരുന്നത്. താൻ സുവിശേഷ നിമിത്തമായിട്ടാണ് ഇപ്പോൾ ഈ ചങ്ങല ഏറ്റിരിക്കുന്നത്, ഈ പീഡനം ഏറ്റിരിക്കുന്നത്. അല്ലെങ്കിൽ നീതിക്ക് വിപരീതമായിട്ട് ഈ യഹൂദജനം തന്റെ മേൽ അനീതി ചുമത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, അഗ്രിപ്പാ രാജാവേ, ഞാൻ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ സത്യ സുവിശേഷം അല്ലെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നീയും അംഗീകരിക്കണം. നീ മാത്രമല്ല, എന്റെ പ്രസംഗം കേൾക്കുന്ന സകലരും, ഈ ചങ്ങല ഒഴികെ, സുവിശേഷ നിമിത്തമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ ചങ്ങല ഒഴികെ അത് എല്ലാവരും അത് ഏറ്റെടുക്കണം എന്നതാണ് പൗലോസിന് ധൈര്യസമേതം വിളിച്ച് പറയുവാനായിട്ട് ഉണ്ടായിരുന്നത്. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ, വേർപാടിന് വേണ്ടി നിൽക്കുമ്പോൾ അവൻ പീഡനമേൽക്കേണ്ടി വരും, അവൻ ഉപദ്രവമേൽക്കേണ്ടി വരും, തടവ് അനുഭവിക്കേണ്ടി വരും. അവനെതിരായി സകലരും ആയിത്തീരും തുടങ്ങിയ അനുഭവങ്ങൾ നമുക്ക് എവിടെയും കാണുവാനാകുന്ന യാഥാർത്ഥ്യമാണ്. അതെ, എങ്കിലും ലോകം മുഴുവനും
എതിരായാലും കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരിക്കും. അവനെ അന്യായമായി പീഡിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അല്പകാലം തടവോ ഉപദ്രവോ ഉണ്ടായിരുന്നാലും സത്യം അതിന്റെ നിലയിൽ തന്നെ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും എന്നതാണ് നമുക്ക് അപ്പോസ്തലന്മാരുടെ ചരിത്രം എടുത്താലും അഥവാ മറ്റാരുടെ ചരിത്രം എടുത്താലും കാണുവാനായിട്ട് കഴിയുന്നു. അതെ, ക്രിസ്തുവിൽ ധൈര്യസമേതം സത്യത്തിനു വേണ്ടി ആ ദീപശിഖ, സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഏവർക്കും കഴിയട്ടെ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ